നമുക്കിന്ന് ഉലുവച്ചീര കൊണ്ടുള്ള ഒരു ചോറുണ്ടാക്കിയാലോ. ഇതിനെ മെന്ത്യാബാത്ത് എന്നാണ് കർണാടകയിൽ പറയുന്നത്. സാലഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതായാലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില, 2 തണ്ട് പുതിന ഇല, കുറച്ച് പെരിഞ്ജീരകം, ഒരു അര സ്പൂണൊക്കെ എടുത്താൽ മതി. പിന്നെ ഞാനിത് ചതച്ചതിന് ശേഷമാണ് പച്ചമുളക് ചേർത്തത്. ഒരു 3 പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. പിന്നെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യും ചേർക്കാം. നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പം ഞാൻ നെയ്യ് കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് വഴനയില ഒരു 2-3 എണ്ണം, അതിലേക്ക് 2 സവാള അരിഞ്ഞു വെച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് ഞാൻ ഉലുവച്ചീര ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇല മാത്രമേ എടുക്കുള്ളൂ. ഞാൻ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്താൽ അത് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അത് അങ്ങനെ തന്നെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായി വഴന്ന് കിട്ടിയാലേ അതിൻ്റെ കയ്പ്പ് രസം മാറുള്ളൂ, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയ ശേഷം ഞാനൊരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായി വഴറ്റുക. ഒരു നുള്ളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി വഴറ്റി കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വെള്ളം വാരാൻ വേണ്ടി ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ, അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. കുക്കറിൽ വഴറ്റി കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആ മിക്സി ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അരപ്പ് നന്നായിട്ട് തിളക്കുമ്പോഴേക്കും ഞാൻ സോനാ മസൂരി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതേ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം. തിള വന്നിട്ട് മാത്രം അരിയിടണം. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അരി വേറെ മസാല വേറെ ഉണ്ടാവും. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലോ, ആ സമയം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട ഉടനെ തന്നെ നിങ്ങൾ കുക്കറിൻ്റെ മൂടി അടയ്ക്കാൻ പാടില്ല. അത് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ച് കൊടുക്കാം. നിങ്ങൾ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ 3 വിസിലിട്ട് കൊടുക്കാം. മീഡിയം ആണെങ്കിൽ 2 എണ്ണം മതി. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ 3 വിസിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ റൈസ് റെഡിയാണ്. ചൂടോടെ കുറച്ച് തമ്മിൽ ഒട്ടിയിരിക്കും. കുറച്ച് തണുത്ത ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് സാലഡിൻ്റെ കൂടെ കഴിക്കാം. തമ്മിലൊന്നും ഒട്ടിയിട്ടില്ല, നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉച്ചയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.